ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് കുറച്ച് മാങ്ങയായിട്ടാണ് വന്നേക്കുന്നത്. കുറച്ചെന്ന് പറഞ്ഞാൽ കുറച്ചേറെ മാങ്ങ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. വാങ്ങിച്ചതല്ല, ഒരാൾ കൊണ്ട് തന്നതാ. അവരുടെ വീട്ടിൽ കുരങ്ങിൻ്റെ ശല്യം കാരണം മാവേൽ മാങ്ങ നിൽക്കുന്നില്ല, എല്ലാം പറിച്ച് കളയുക ചെറുതായിരിക്കുമ്പോഴേ. അതുകൊണ്ട് അവർ പറിച്ചതാന്ന് പറഞ്ഞിട്ട് കൊണ്ട് തന്നതാ. ഇതിപ്പോൾ ഏകദേശം 15 കിലോ ഉണ്ട്. കൊണ്ട് തന്നതാന്ന് പറയുമ്പോൾ ഫ്രീ ആയിട്ട് തന്നാന്ന് വിചാരിക്കേണ്ട കേട്ടോ. ഞാൻ കാശ് കൊടുത്ത് തന്നെയാണ് വാങ്ങിച്ചത്. 15 കിലോയ്ക്ക് ഏകദേശം 1000-ന് മുകളിൽ കാശ് കൊടുത്താണ് ഞാൻ മേടിച്ചത്. പക്ഷേ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് അബദ്ധം മനസ്സിലായത്. കാരണം ഇതേ ഇനം മാങ്ങയ്ക്ക് ഇതിൻ്റെ പകുതി റേറ്റിന് എനിക്ക് അത് കഴിഞ്ഞിട്ട് 2-3 പേര് തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാനിത് മേടിച്ച കാരണം എനിക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല. ഒരുപാട് നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോഴത്തേക്കാണ് എനിക്ക് അതിൻ്റെ അബദ്ധം മനസ്സിലായത്. എന്തായാലും മേടിച്ചല്ലേ, നമുക്കങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ. അത്രയും കാശും കൊടുത്ത് മേടിച്ചതാണ്. അപ്പം ഞാൻ ഓർത്തു ഇത് നമുക്ക് ഉണക്കി വെക്കാം. ഉണക്കി വെക്കുമ്പം നമുക്ക് ആവശ്യമുള്ളപ്പം അച്ചാറിട്ട് കൊടുത്താൽ മതിയല്ലോ. അല്ല എല്ലാം കൂടെ അച്ചാറിട്ട് ഇവിടെ സ്റ്റോക്ക് വെച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് ഓർത്തിട്ട് ഞാനിതെല്ലാം കൂടെ അരിഞ്ഞുണക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ അധികം വിളയാത്തത് കാരണം ഇതിൻ്റെ അണ്ടി മാത്രം കളഞ്ഞാൽ മതിയാവും. നമുക്ക് ബാക്കിയെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെ ചെത്തി എടുക്കേണ്ട കാര്യമല്ല. നേർ പകുതി വെച്ച് കീറി ഇതിൻ്റെ മാങ്ങാണ്ടി കളഞ്ഞിട്ട് ബാക്കി നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. എന്തായാലും ഫ്രഷ് മാങ്ങയായിരുന്നു. അവർ കൈകൊണ്ട് പറിച്ചതാണ്, അരിയോ വെച്ച് പറിപ്പിച്ച് എടുത്തതാണ്. അല്ലാതെ തറയിലിട്ട് ചതഞ്ഞതോ അങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. എന്തായാലും എനിക്ക് ഒരു ദിവസത്തെ പണിയായി കിട്ടി. എനിക്കാണെങ്കിൽ ഓൾറെഡി നല്ല നടുവേദനയായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഇത്രയും പണിയും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് എന്നെക്കൊണ്ട് പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല. അത് കാരണം രാവിലെ തന്നെ ബെൽറ്റും കെട്ടിയിട്ടാണ് ഇറങ്ങിയേക്കുന്ന അംഗത്തിന്. പിന്നെ നിങ്ങൾക്കൊക്കെ ഉണക്കമാങ്ങ അച്ചാറിട്ട് കഴിക്കുന്നതാണോ ഇഷ്ടം, അതോ ഇതുപോലെ ഫ്രഷായിട്ട്, അതായത് പച്ചമാങ്ങ അച്ചാറിട്ട് കഴിക്കുന്നതാണോ ഇഷ്ടമെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഉണക്കമാങ്ങ അച്ചാറാണ് ഇഷ്ടം. കാരണം അതിൻ്റെ ഒരു മണം ഉണ്ടല്ലോ, ഒരു പ്രത്യേക മണം ഉണങ്ങിയതിൻ്റെ, അതെനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ അത് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഇഷ്ടവും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അല്ലെങ്കിൽ ഇതുപോലത്തെ പണിയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ മോനും കൂടെ എപ്പോഴും എൻ്റെ കൂടെ വന്നിരുന്ന് എന്നെ സഹായിക്കാറുണ്ട്. ഇതുപോലെ അരിയാനും പിടിക്കാനും പെറുക്കി വെക്കാനും എല്ലാത്തിനും അവൻ സഹായിക്കും. പക്ഷേ ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ആൾ സ്കൂളിൽ പോയേക്കും. അത് കാരണം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, എല്ലാം ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ഇതൊന്ന് ശരിയാക്കി എടുക്കണ്ടായോ. ഇപ്പോൾ പിന്നെ മാങ്ങയൊക്കെ ഉണങ്ങാൻ പറ്റിയ സമയമാണ്. കാരണം നല്ല വെയിലാണ്. പക്ഷേ എനിക്കുണ്ടല്ലോ വെയിലത്തിട്ട് ഉണക്കിയെടുക്കാൻ പറ്റത്തില്ല. കാരണം വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ ഇപ്പം ഞങ്ങൾ ഷീറ്റ് ഇട്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുപോലെ ഉണക്കുന്ന കാര്യങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഒട്ടും ഉണക്കിയെടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഞങ്ങൾക്കിവിടെ ഡ്രയർ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഡ്രയർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിത് ഡ്രയറിനകത്തോട്ട് ഒരു ദിവസത്തേക്ക് അങ്ങ് കയറ്റിയിട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ട് ഉണങ്ങി കിട്ടും. ചീത്തയാവും എന്നുള്ള പേടിയൊന്നും വേണ്ട. ചിലപ്പോൾ മഴയൊക്കെ സമയത്താണെങ്കിൽ നമുക്ക് ഉണക്കിയെടുക്കാമല്ലോ. ഇതുപോലെ കഴിഞ്ഞ ദിവസം ഞാനൊരു ഇലിമ്പം പുളി ഇതുപോലെ ഉണക്കി വെച്ചിട്ടുണ്ട്. 23 കിലോ പുളി ഉണ്ടായിരുന്നു. ഞാൻ ഉണക്കിയെടുത്ത് 2 കിലോ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതുവരെ അച്ചാറിട്ടിട്ടില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത് നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇനി എത്ര വർഷം കഴിഞ്ഞിട്ടാലും അതൊന്നും ചെയ്യത്തില്ല. കാരണം ഡ്രയറിലും കൂടെ ഇട്ടത് കാരണം എല്ലായിടവും ഈക്വലായിട്ട് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം അതെടുത്ത് അത്രയും ക്വാണ്ടിറ്റിക്കുള്ളത് എടുത്ത് അച്ചാറിട്ടാൽ മതി. അതിനുവേണ്ടി ഞാൻ വെച്ചേക്കുവാണ്. അതുപോലെ തന്നെയാണ് മാങ്ങയും ഇപ്പം ഉണക്കി വെക്കുന്നേ ഉള്ളൂ. ഇനി നമുക്ക് മാങ്ങ ഇല്ലാത്ത സീസൺ വരുമല്ലോ, അപ്പോഴത്തേക്ക് ഉണക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഏകദേശം കുറേ പാടുപെട്ട് ഞാനിതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴുണ്ടല്ലോ, ഞങ്ങൾക്കിവിടെ പച്ചക്കറി കൊണ്ടുവരുന്ന വണ്ടിയുണ്ട്. അപ്പം പുള്ളി ഇതുവഴി വന്നപ്പം പുള്ളിയും മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഇത് അരിയുന്ന കണ്ടിട്ട് പുള്ളി ചോദിച്ചു എത്ര രൂപയാണെന്ന് ചോദിച്ചു. ഞാൻ വാങ്ങിച്ച കാശ് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു പുള്ളിയുടെ മാങ്ങയ്ക്ക് 40 രൂപയുള്ളൂ, സെയിം മാങ്ങയാണ് എന്ന് പറഞ്ഞു. അതും കൂടെ കേട്ടപ്പോൾ എൻ്റെ കിളി പോയി കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, നമുക്കിതൊന്ന് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മഞ്ഞപ്പൊടിയും. ഇത് രണ്ടും പ്രിസർവേറ്റീവ് ആണ് കേട്ടോ. നമുക്ക് നന്നായിട്ട് ഒത്തിരി നാൾ ഈ അച്ചാർ അല്ലെങ്കിൽ ഈ മാങ്ങ കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ ഉപ്പും മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് ഇട്ട് നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. എല്ലാ മാങ്ങയുടെ പീസിലും ഇത് പുരളുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറേ നേരം വെച്ചിരിക്കണം. കുറേ നേരം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു ദിവസം വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ പുളിയും ഇറങ്ങി എല്ലാം വെള്ളത്തിൻ്റെ അംശം എല്ലാം ഇറങ്ങി താഴെ നിൽക്കും. പിന്നെ നമ്മളതിന് എന്തേലും വെച്ച് ഊറ്റിയെടുത്താൽ മതി. അപ്പം നമ്മുടെ ഈ പാത്രത്തിൽ വെച്ചിരുന്ന് ഒരിക്കലും വെക്കാൻ പറ്റത്തില്ല. അതിന് പ്ലാസ്റ്റിക്കോ ചില്ലുകുപ്പി പോലത്തെ പാത്രമോ ഭരണിയോ ഒക്കെ അതിന് സെറ്റ് ആകത്തുള്ളൂ. അത് കാരണം ഞാനിവിടെ ഒരു പുതിയ പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റാണ് എടുത്തേക്കുന്നത്. അതിനകത്തോട്ട് നമുക്ക് ഇട്ട് അടച്ചു വെച്ചേക്കാം. എന്നിട്ട് നാളെ ആകുമ്പോഴത്തേക്ക് നമുക്കിതിനെ എടുത്ത് ഇതിൻ്റെ വെള്ളം എല്ലാം ഊറ്റി കളഞ്ഞിട്ട് നമുക്ക് ഈ മാങ്ങ മാത്രം എടുത്ത് ഉണക്കിയെടുക്കാവുന്നതാണ്.
അങ്ങനെ ഞാൻ ഏകദേശം ഒരു 24 മണിക്കൂർ ഇത് ഇങ്ങനെ വെച്ചിരുന്നതാണ്. ദാണ്ട അതിൻ്റെ താഴെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു, ഇങ്ങനെ വെള്ളം തെളിഞ്ഞ് നിൽക്കുന്നത്. ആ വെള്ളം മാറ്റി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. ഇപ്പം തന്നെ ഇതിന് നല്ല മണമുണ്ട് കേട്ടോ. അതായത് അതുപോലെ ഇതിൻ്റെ കാണാനുള്ള ആ ഒരു ഭംഗി നോക്കിക്കേ, നല്ല മഞ്ഞ നിറത്തിൽ ഉപ്പൊക്കെ പിടിച്ച് അടിപൊളി സെറ്റായിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം എടുത്ത് കഴിച്ച് നോക്കി, നല്ല ടേസ്റ്റിയാണ്, നല്ല ഉപ്പും പുളിയും ഒക്കെ ഉണ്ട്. പക്ഷേ ആ മഞ്ഞപ്പൊടിയുടെ ടേസ്റ്റ് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ നമുക്കിത് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് അടിപൊളിയായി കിട്ടും. പിന്നെ നമ്മൾ അച്ചാറിടാനും കൂടെ അല്ലേ, പച്ചയ്ക്ക് കഴിക്കാനൊന്നും അല്ലല്ലോ. എന്തായാലും ഞാനത് കുറച്ച് നേരം വാർക്കാൻ വെച്ചിട്ട് ട്രേയിലോട്ടൊന്ന് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നിരത്തി കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഡ്രയറിനകത്തോട്ട് വെച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. ഏകദേശം ഒരു ദിവസം നമ്മൾ ഹീറ്റ് കൊടുക്കണം, എന്നാൽ മാത്രമേ നമ്മുടെ ഇത് കറക്റ്റായിട്ടൊന്ന് ഉണക്കി കിട്ടത്തുള്ളൂ. എൻ്റെ പൊന്നോ, അങ്ങനെ ഞാൻ ഉണക്കിയെടുത്ത് കേട്ടോ. പിറ്റേ ദിവസത്തേക്ക് ഉണക്കിയെടുത്തപ്പോൾ എനിക്ക് കിട്ടിയ മാങ്ങ ഇത്രയാണ് കേട്ടോ. ഞാൻ 15 കിലോ മാങ്ങ മേടിച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ കണ്ണ് തള്ളിപ്പോയി. ഇതിപ്പം 2 കിലോ പോലും ഇല്ല, 1,800 ഉള്ളൂ ഞാൻ ഉണക്കിയെടുത്തപ്പം. ഇതെങ്ങനെയാണ് സെയിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. എൻ്റെ കഷ്ടപ്പാടിനാണോ, ഞാൻ കൊടുത്ത കാശിനാണോ, ഏതാ റേറ്റ് വാങ്ങിക്കുന്നതിൻ്റെ ഒരു പിടിയിൽ. എന്തായാലും ഞാൻ സൂക്ഷിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ബൈ.